ഇപ്പോൾ ഒരു 55 വയസ്സായിട്ടുള്ള സ്ത്രീ അല്ലെങ്കിൽ 19 വയസ്സായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അവരെ പറ്റിയിട്ടൊക്കെ പറയാൻ വരുന്നുള്ളൂ. കുറേ കഥകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ റൂമിൽ കയറ്റിയിട്ട് ബെഡ്റൂമിൽ കയറ്റിയിട്ട് അങ്ങനെ നമ്മളിങ്ങനെ പുറത്ത് നിർത്തുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയെ പോലെയാണ്, എൻ്റെ ചേച്ചീനെ പോലെയാണ്. ഓ, നിൻ്റെ അമ്മേനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എങ്ങനെ ഇത് ചെയ്യുമ്പോൾ നീ ഇങ്ങനെയൊക്കെ വിചാരിക്കുമോ? മോള് നിൻ്റെ ഇതിനെ കുഴപ്പമുണ്ട്, കവറിൽ എന്തൊക്കെയോ കൊണ്ടുവന്ന് എനിക്കറിയില്ല. പക്ഷേ വീട്ടിലെത്തിയിട്ട് പുള്ളിയുടെ പാൻറ്റ് ഞാൻ എടുത്തുകൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് വക്കീലായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി അവിടെ ഇരിക്കണ്ടായിരുന്നു. സംഭവം ഞങ്ങൾ ചെറിയ തല്ലിലൊക്കെ ആയിരുന്നു. കാരണം നമ്മളതിനെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടാക്കി എന്നുള്ളൊരു ദേഷ്യം, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പണി കിട്ടുന്ന കാരണമൊക്കെ അതൊക്കെ ശീലമായി, അത് വേറെ കാര്യം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പുള്ളിയുടെ പ്ലാൻ എന്തായിരുന്നു ഇതൊക്കെ ഞാൻ പറഞ്ഞു കേട്ട കാര്യമാണ്. ഇതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ മാത്രമല്ല, ഇത് ഈ പുള്ളി പറയണതിൽ 100%-ൽ 80% മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതായത് സത്യം ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇത് പുള്ളി ശരിക്കും വിചാരിച്ചിട്ട് ചെയ്യണതാണോ അതോ വക്കീലിൻ്റെ ബുദ്ധിയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ കേട്ട കാര്യമാണ്. അതായത് ആ പാൻറ്റിനുള്ളിൽ നമുക്ക് ഈ ഡ്രഗ്സ്, കഞ്ചാവ് എന്തെങ്കിലും വെച്ചിട്ട് ഇയാളുടെ അവിടെ നിന്ന് ഞാൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് ആ കേസിൽ അങ്ങനെയും കൂടി അകത്താക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഇത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിട്ട് ഞാൻ പറഞ്ഞു, എന്താ ഇങ്ങനെയാണെങ്കിൽ ഞാൻ വരുമ്പോൾ എന്തായാലും ഫുള്ള് നടന്ന കാര്യങ്ങൾ ഫുള്ളും പറയുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ മോളെ നീ മരുന്ന് കഴിച്ചില്ലേ? എന്നിട്ട് വക്കീലിനോട് പറഞ്ഞു ഇവൾക്ക് ഭ്രാന്തായതാണ്. മോളെ റൂമിൽ പോയി ചെന്നിരിക്കുക, ഞങ്ങൾ സംസാരിച്ചിട്ട് വരാം. റൂമിൽ പോയിട്ടിരിക്കുക, എന്നിട്ട് മരുന്ന് കഴിച്ചോ. അതായത് എന്തെങ്കിലും നമ്മളിപ്പോൾ പുള്ളിപ്പോൾ ഒരു 55 വയസ്സായിട്ടുള്ള സ്ത്രീ അല്ലെങ്കിൽ 19 വയസ്സായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അവരെ പറ്റിയിട്ടൊക്കെ പറയാൻ വരുന്നുള്ളൂ. കുറേ കഥകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ റൂമിൽ കയറ്റിയിട്ട് ബെഡ്റൂമിൽ കയറ്റിയിട്ട് അങ്ങനെ നമ്മളിങ്ങനെ പുറത്ത് നിർത്തുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയെ പോലെയാണ്, എൻ്റെ ചേച്ചീനെ പോലെയാണ്. ഓ, നിൻ്റെ അമ്മേനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എങ്ങനെ ഇത് ചെയ്യുമ്പോൾ നീ ഇങ്ങനെയൊക്കെ വിചാരിക്കുമോ? മോള് നിൻ്റെ ഇതിനെ കുഴപ്പമുണ്ട്, പോയി മരുന്ന് കഴിച്ചോ. അങ്ങനത്തെ ടൈപ്പ് ഡയലോഗൊക്കെ ഉണ്ട്. അപ്പോൾ ആ സംഭവത്തിൻ്റെ ഇത് ഇടയിൽ ഓർമ്മ വന്നാണ്, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിറ്റേ ദിവസം ആക്ച്വലി ഈ തോക്ക് വീട്ടിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്ന പോലീസുകാരൻ വന്നപ്പോൾ ഇന്നെ ബെഡ്റൂമിലിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പുറത്ത് വരരുത്, കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ കാരണം തന്നെ ഇനി ഇവളെങ്ങാനും വിളിച്ച് പറയുമോ എന്നുള്ളൊരു പേടി കാരണം പിന്നെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, കറക്റ്റ് ഒരു 1-1.5 മാസം ആകുമ്പോഴേക്കും ഞങ്ങൾ സെപ്പറേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്നെ എൻ്റെ ഉദ്ദേശം, പുള്ളിക്ക് 2 ഉദ്ദേശം ഉണ്ടാവാം. ഒന്ന്, ഒരു പെണ്ണുണ്ടെങ്കിൽ അതും ഇന്നെ കാണിച്ചു കൊടുക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഈ മാക്ക് എന്ന് പറഞ്ഞ പുള്ളീനെ മുകളിൽ നിന്ന് താഴ്ത്തി വെച്ചിട്ട് ചേച്ചിക്കൊരു ഹായ് പറയുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരണേ. രണ്ടാമത്തത്, ഓക്കെ ഇവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഇവളിറങ്ങി പോവാരായി എന്ന് മനസ്സിലാക്കിയിട്ട് ഇനി ഇവളെങ്ങാനും പോവുകയാണെങ്കിൽ ഇവളുടെ തലയ്ക്കൊരിക്കട്ടൊരു കേസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാണോ എന്നും എനിക്കറിയില്ല. അങ്ങനെ കാരണം അന്ന് കൊടുത്ത ഇൻ്റർവ്യൂകളിലൊക്കെ എൻ്റെ ഭാര്യ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, എൻ്റെ ഭാര്യ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഭാര്യയായിട്ട് ആരെങ്കിലും ഇതൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കണ ആളാണ്. പക്ഷെ വീട്ടിൽ വേറെ സ്വഭാവമാണ്. സോ അത് ഭാര്യയായിട്ട് അങ്ങനെ ചെയ്യുമോ എന്ന് കാണിച്ചിട്ട് എല്ലാ കൊള്ളരുതായ്മയും കാണിക്കുന്ന പരിപാടി ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഒരു പെട്ടെന്ന് ഈ കാരണം എന്താണെന്നറിയോ, എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണ്. ഇങ്ങനെ ഇപ്പോൾ എയർപോർട്ടിൽ പോകുമ്പോഴാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക, എന്തെങ്കിലും യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ആൾക്കാർ പല സ്ഥലത്തുണ്ട്, പല തരത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ തന്നെ ഇയാളുടെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലെ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ ഒരു 6 months മുമ്പ് എന്തോ ഗോൾഡ് സ്മഗ്ലിങ്ങോ സംതിങ് അങ്ങനത്തെ എന്തോ സാധനത്തിന് സുരക്ഷ കൊടുത്ത് എത്രയോ ലക്ഷങ്ങൾ വെച്ചിട്ട് പിടിച്ചു. കേസുണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്തു കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ വിടണം എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ആൾക്കാർ പല പല മേഖലകളിൽ ഇങ്ങനത്തെ അധികാരപ്പെട്ട പൊസിഷനുകളുണ്ട്. എങ്ങാനും നമ്മുടെ ബാഗിൽ വല്ലതും കൊണ്ടുപോയി വെച്ചിട്ട് അവസാനം ഇതുപോലെ ഇവരുടെ ബാഗിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നാലോ പറയാൻ പറ്റില്ല. അപ്പോൾ ആ പേടിയുണ്ട്. അപ്പോൾ എല്ലാവരോടും അറിഞ്ഞിരിക്കാം. നമ്മൾ കണ്ട സാധനമൊക്കെ എല്ലാവരോടും പറയാണല്ലോ നല്ലത്. കേസ് കൊടുത്ത് എല്ലാതും ശരിയാവും എന്ന് പറയുന്നത് ശരിയാവേണ്ടതാണ്. ഞാൻ ഈ ഒരു കല്യാണം എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഈ ഒരു എന്താ അതിനെ പറയാ എനിക്കറിയില്ല. ഞാൻ കല്യാണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്.
ആ ഇതിനു മുമ്പ് വരെ ഞാൻ വിചാരിച്ച ഒരു തെറ്റ് ചെയ്താൽ നമുക്ക് നീതി കിട്ടും എന്നാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കെതിരെ ഒരു അന്യായം നടന്നിട്ടുണ്ടെങ്കിൽ നീതി കിട്ടും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം എനിക്കത് പേടിയാണ്, അതിൻ്റെ പിന്നാലെ പോകാനും പേടിയാണ്. മാത്രമല്ല അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാവും. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞ് ആൾക്കാർ ഇതൊക്കെ മറക്കും. പിന്നെ ഈ ഒരു റിവെഞ്ചും കൂടിയിട്ട് പിന്നെ ഓക്കെ ഇപ്പോൾ ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞ് എനിക്കും ഇതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയാനുണ്ടാവില്ല, ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാനുണ്ടാവില്ല. അതുവരെ ചിലപ്പോൾ മിണ്ടാണ്ടിരുന്ന് ഒരു 4 മാസം കഴിഞ്ഞാൽ പുള്ളി ഇതൊരു റിവെഞ്ചായിട്ട് തന്നെ വയ്ക്കും. ഇപ്പം മിണ്ടാതിരിക്കണത് വലിയ അറ്റാക്കൊന്നും ചെയ്യാത്തത് ഇപ്പം എന്തെങ്കിലും നടന്നാൽ അത് കുഴപ്പമാവില്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് മറന്നാൽ ഇതൊക്കെ ഓക്കെ, ഞാൻ ആരുമില്ലാത്ത ഒരാൾ എങ്ങനെയോ ചിലപ്പോൾ വണ്ടി ഇടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു 10 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരാൾക്ക് ഓർമ്മയുണ്ടാവില്ല. ഇതൊന്നും പറഞ്ഞു തന്നെ ഓർമ്മയില്ല. ആൾക്കാർക്ക് മോൺസൺ മാവുങ്കലിൻ്റെ കേസ് ഇത്ര വലിയ കേസായിട്ട് അടക്കം അന്നൊക്കെ ഈ മോതിരത്തിൻ്റെ കേസും മറ്റേതൊക്കെ ആൾക്കാർ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ആൾക്കാരതൊക്കെ മറന്നുപോയി. ഇപ്പോൾ പറയുമ്പോഴാണ് പല ആൾക്കാർക്കും അതിനെ പറ്റിയിട്ട് ഓർമ്മ വരുന്നത്. മാത്രമല്ല ഞാൻ പറഞ്ഞു ഒരു ഡ്രൈവർ കൂളിംഗ് ഗ്ലാസ് കൊണ്ടുവന്നു എന്നുള്ളത്. ആ കൂളിംഗ് ഗ്ലാസ് കൊണ്ടുവന്ന ഡ്രൈവർ അങ്ങേരനെ ഡ്രൈവറാക്കിയിട്ട് ഇങ്ങേര് കുറച്ചു കാലം വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കേസ് കിടന്ന് മോൻസൺ ജയിലിലായപ്പോൾ ആ ഡ്രൈവറിനെ അവിടുത്തെ വീട്ടിൽ ഡ്രൈവറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഡ്രൈവറിനെയും ഇയാൾ ഓക്കെ എന്താണെങ്കിലും കൂടെ വെക്കുന്ന ഒരാളാണല്ലോ, അപ്പോൾ അയാളോട് കുറച്ച് മര്യാദ കാണിക്കേണ്ടതാണ്. പക്ഷെ അയാളിനെ അവിടെ കൂടെ നിർത്തിയിട്ട് ഇങ്ങേര് വേറെ പോലീസുകാരനെ വിളിച്ചിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അവരോടും പോയി കുറ്റം പറയാം. അന്ന് ഇയാളോട് ഭയങ്കര സ്നേഹത്തിൽ ഞാൻ നിന്നെ സംരക്ഷിക്കണു എന്ന് പറഞ്ഞിട്ട് ഇയാളിനോട് ഇങ്ങനെയും പറയാം. അതുപോലത്തെ സ്വഭാവം ഭയങ്കര കൂടുതലാണ്. അതായത് ഇപ്പോൾ 2 പേരും, ഒരു എ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ബി എന്ന് പറഞ്ഞ ആളുണ്ട്, സി എന്ന് പറഞ്ഞ ആളുണ്ട്. ബി എന്ന് പറഞ്ഞ ആളാണ് നടുക്കിലിരിക്കുന്നത്. ബി എന്ന് പറഞ്ഞ ആളാണ് സീന ആളോട് പറയണു ഭയങ്കര മോശപ്പെട്ട ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, തേങ്ങയാണ് എന്നൊക്കെ പറയണു. അതുപോലെ തന്നെ ഈ ബി എന്ന് പറഞ്ഞ ആള് എ എന്ന് പറഞ്ഞ ആളോട് പറയണു സി എന്ന് പറഞ്ഞ ആള് ഭയങ്കര മോശമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതുകൊണ്ട് എയും സിയും തമ്മിലും മിണ്ടില്ല. പക്ഷെ ബി എ ആയിട്ടും ബി സി ആയിട്ടും നല്ല കണക്ഷൻ ആയിരിക്കും. അതാണ് ഇങ്ങയുടെ എല്ലാ റിലേഷനിലുള്ള ഒരു ഇത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് വേറെ ആൾക്കാർ തമ്മിൽ കണക്ഷൻ ഉണ്ടാവില്ല, പക്ഷെ ഇയാളായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കും. വേറെ ആൾക്കാർക്ക് ശത്രുത ഉണ്ടാക്കാനുള്ള തരത്തിലുള്ള സംസാരവും സംസാരിക്കും. അതൊക്കെ തെളിയിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ പിന്നെ പറയുന്നതായിരിക്കും. പിന്നെ ഞാനായിട്ട് തുടങ്ങി വെച്ചതല്ല ഈ ഒരു സംഭവം. ഞാനേയും ഓക്കെ ഇതിൻ്റെ വിഷമം ഇതിലായിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പോണ സമയത്ത് വഴി പോണ എന്നെ വിളിച്ച് ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയതാണ്. എനിക്കിപ്പോൾ പ്രത്യേകിച്ച് അത് നഷ്ടപ്പെടും, ഇത് നഷ്ടപ്പെടും, അത് പറഞ്ഞ് നാണം കെടുത്തും, ഇത് പറഞ്ഞ് നാണം കെടുത്തും എന്നൊക്കെ പേടിപ്പിച്ചിട്ട് എനിക്കൊരു കാര്യമില്ല. മാത്രമല്ല മുമ്പ് വന്ന ഭീഷണികളുടെ മെസ്സേജുകളും ഞാൻ എൻ്റെ കയ്യിലുണ്ട്, അവരുടെ അക്കൗണ്ടുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇതിനെക്കാണ്ടും വലിയ പ്രശ്നമായിട്ട് ഉണ്ടാക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം മുമ്പ് പലരോടും ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ആദ്യം 2008-2009 കാലയളവിൽ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആള് പക്ഷെ ഇപ്പോഴും കോണ്ടാക്റ്റിൽ ഉള്ളതാണ്. ആദ്യമൊക്കെ അവരുടെ പേര് USA പ്രോഗ്രാം എന്നാണ് അവരുടെ കോൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ പറയും അത് USA ഞാൻ കുറച്ച് പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റേജ് ഷോ, അപ്പോൾ അവർ വിളിക്കണതാണ്, വല്ല സ്റ്റേജ് ഷോ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് എടുക്കില്ല. പിന്നെ ഒരു തവണ കള്ളു പിടിച്ചിട്ട് ബോധമില്ലാത്ത സമയത്താണ് പറയണേ അത് ഇങ്ങനത്തെ ഒരാളാണ്, അവർ പിന്നെ അതും അന്നൊക്കെ ഇവർ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇഷ്ടത്തിലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നെ ചതിച്ചിട്ട് പോയി, വേറെ ഒരു USA നല്ല കാശുകാരനെ കണ്ടപ്പോൾ ഇന്നെ ചതിച്ചിട്ട് പോയി, എനിക്ക് പഠിപ്പില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഇട്ടിട്ട് പോയി, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞ രക്ഷയില്ലാത്ത കരച്ചിൽ. അപ്പോൾ നമുക്കും വിഷമം തോന്നി. അത് മാത്രമല്ല പുള്ളിക്കാരി സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആകെ വിഷമായി. അങ്ങനെ പലതരത്തിൽ എന്നെ സ്വത്ത് തട്ടിക്കാൻ നോക്കി, അങ്ങനെ പല അലിഗേഷൻസ് ആ പെണ്ണിനെ കുറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ ഞാൻ പോണതിൻ്റെ കുറച്ച് മുമ്പ് വരെ ഞാൻ ആ ഒരു കോള് കണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് കോളില്ലെങ്കിലും ചില സമയത്ത് വീണ്ടും ആ കണ്ടിന്യൂസ് കോൾ അവരായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ അതൊരു കോണ്ടാക്റ്റ് ഇല്ലാത്ത ആളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പ്രതികരിക്കാൻ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ.
അപ്പോൾ USA പ്രോഗ്രാം എന്നാണ് അത് സേവ് ചെയ്ത് വെച്ചോണ്. അപ്പോൾ കുറച്ച് കാലം നമ്മൾ അറിയാണ്ട് പോയി അങ്ങനത്തെ ഒരു സംഭവം. പിന്നെയാണ് അത് മനസ്സിലാവണം അങ്ങനത്തെ ഒരു കഥാപാത്രം കൂടി ഇതിൻ്റെ ഉള്ളിൽ കളിക്കാൻ വരുന്നുണ്ട് എന്നുള്ളത്. അല്ല, ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്കറിയാത്തതായിട്ടുള്ള പല കഥാപാത്രങ്ങളുണ്ട് ഇതിൻ്റെ ഇടയിൽ. അവരൊന്നും ഇങ്ങനെ ഒരു കല്യാണ ഫംഗ്ഷനായിട്ടോ അല്ലെങ്കിൽ പുറത്തേക്ക് വൈഫാന്നുള്ള രീതിയിൽ വരുന്നില്ല എന്നുള്ളൂ. പക്ഷേ ചുറ്റുപാടുള്ള ആൾക്കാർക്കും എല്ലാവർക്കും അറിയണ കാര്യങ്ങൾ കുറേ ഉണ്ട്. പക്ഷെ ആരും പറയില്ല, എല്ലാവരും പേടിച്ചിട്ട് മിണ്ടാണ്ടിരിക്കും.